ഗൗതം അദാനിക്കുമേൽ അമേരിക്ക ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ ഒരു ദൃശ്യ അച്ചടി ഓൺലൈൻ മാധ്യമത്തിലും വരാത്ത കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. ഗൗതം അദാനി കൈക്കൂലി നൽകിയെന്ന് കുറ്റപത്രം പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കേരളത്തിലും ലഭിച്ചോ ആ കൈക്കൂലിയുടെ വിഹിതം? 2029 കോടി രൂപയുടെ കൈക്കൂലി പറഞ്ഞുറപ്പിച്ചത് ഗൗതം അദാനി നേരിട്ടാണെന്നാണ് കുറ്റപത്രം പറയുന്നത്. കേരളത്തിൽ ആർക്കും ഇക്കാര്യത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അമേരിക്കൻ കുറ്റപത്രം. എന്നാൽ കേരളവും ഈ വഴിക്ക് നടന്നു തുടങ്ങിയ വിവരങ്ങൾ പിന്നാലെ അറിയിക്കാം. എന്തിനാണ് ഇത്ര വലിയ കൈക്കൂലി നൽകി കരാർ ഉറപ്പിച്ചത് എന്നാണ് ഉത്തരം കിട്ടേണ്ട അടുത്ത പ്രധാന ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ കരാർ ഇതുവരെ നടന്നിട്ടില്ലാത്ത തുകയ്ക്ക് അമേരിക്കയുമായി ഒപ്പിടുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. ആ തുകയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ആരും തയ്യാറായില്ല. തുടർന്ന് കൈക്കൂലി നൽകി വൈദ്യുതി ഇന്ത്യയിലെ ഏതാനും സംസ്ഥാനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. ആദ്യം സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായും ശേഷം അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന മൗറീഷ്യസിൽ രജിസ്റ്റർ ചെയ്ത കടലാസ് കമ്പനിയുമായും കരാർ ഒപ്പിടുന്നു. ആ കരാർ കാണിച്ച് അമേരിക്കയിൽ നിന്ന് തന്നെ വൻതോതിൽ നിക്ഷേപം സ്വീകരിക്കുന്നു. വെറും വഞ്ചനയും തട്ടിപ്പും മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും വലിയ കുംഭകോണങ്ങളിൽ ഒന്നുകൂടിയാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഉയരുന്നത്. സത്യം പറയട്ടെയിലേക്ക് സ്വാഗതം. ക്രൈം നമ്പർ 24 CR 433 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിസ്ട്രിക്ട് കോർട്ട്, ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് ന്യൂയോർക്ക്. ഇതാ കാണാം അവിടെ ഫയൽ ചെയ്ത 54 പേജുള്ള ആ കുറ്റപത്രം. ഇതാ മുകളിൽ തന്നെ പ്രതികളുടെ പട്ടിക. 1 ഗൗതം അദാനി, 2 മരുമകനായ സാഗർ എസ് അദാനി, 3 അദാനി ഗ്രീൻ എനർജി MD വിനീത് എസ് ജെയിൻ, അമേരിക്കയിലെ അസ്യൂർ പവർ ഗ്ലോബലിന്റെ CEO ആയിരുന്ന രഞ്ജിത്ത് ഗുപ്ത, സിംഗപ്പൂരിൽ താമസിക്കുന്ന ഓസ്ട്രേലിയയുടെയും ഫ്രാൻസിന്റെയും പൗരത്വമുള്ള സിറിൽ ക്യാബൻസ്, കാനഡയിലെ നിക്ഷേപ സ്ഥാപനത്തിന്റെ ഓഹരി ഉടമയാണ്. ക്യാബൻസിന്റെ സഹപ്രവർത്തകരായ സൗരഭ് അഗർവാൾ, ദീപക് മൽഹോത്ര, രൂപേഷ് അഗർവാൾ എന്നിവർ. ഇത്രയും പേരുകൾ കണ്ട് ഞെട്ടാനൊന്നുമില്ല. ആദ്യത്തെ 3 പേരും അദാനി കമ്പനിയാണ്. രഞ്ജിത്ത് ഗുപ്ത 2019 ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി അസ്യൂർ പവർ കമ്പനി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതുവരെ അദാനിയുടെ വിവിധ കമ്പനികളുമായി സഹകരിച്ച് ഇന്ത്യയിലായിരുന്നു. ഒരു തമാശ കൂടി പറയാം, ചിരിക്കരുത്. അദാനി ഗ്രൂപ്പിന് വേണ്ടി നിക്ഷേപം ഇറക്കുന്ന അതേ രാജ്യത്ത് തന്നെയാണ് അസ്യൂർ പവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, മൗറീഷ്യസിൽ. അപ്പോൾ ബാക്കിയുള്ളവരോ? അവരാണ് പണം സമാഹരിക്കാനുള്ള കനേഡിയൻ കമ്പനി 2022 സ്ഥാപിച്ചത്. അതിൽ ക്യാബൻസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം 2019 ശേഷം ഇന്ത്യയിൽ നിന്ന് പോയി കൺസൾട്ടിംഗ് ഫേം തുടങ്ങിയവരാണ്. എല്ലാവർക്കുമുണ്ട് അദാനി ഗ്രൂപ്പുമായി പല വഴി ബന്ധം. ഇനിയാണ് സംഭവങ്ങളുടെ കുത്തൊഴുക്ക്. ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന രഞ്ജിത്ത് ഗുപ്തയുടെ അസ്യൂർ പവറുമായി അദാനി ഗ്രൂപ്പ് കരാർ ഒപ്പിടുന്നു. 4 ഗിഗാവാട്ട് സൗരോർജം അസ്യൂർ പവർ ഇന്ത്യയിലെ സർക്കാർ സംരംഭമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് നൽകും. ഗൗതം അദാനിയുടെ കമ്പനി 8 ഗിഗാവാട്ടും നൽകും. അങ്ങനെ 12 ഗിഗാവാട്ട് വൈദ്യുതി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക്. 1 ഗിഗാവാട്ട് എന്ന് പറഞ്ഞാൽ 100 കോടി വാട്ടാണ്. അങ്ങനെ 12 ഗിഗാവാട്ട് എന്നാൽ 1200 കോടി വാട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗരോർജ വിതരണ കരാറിൽ അദാനി ഗ്രൂപ്പും അമേരിക്കൻ കമ്പനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അസ്യൂറും ഒപ്പിട്ടു. ഏറ്റവും വലിയ കരാറെന്ന് ഗൗതം അദാനി വാർത്താക്കുറിപ്പിറക്കി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അസ്യൂറും ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ കരാറിൽ ഒപ്പിട്ടു എന്ന് വാർത്താക്കുറിപ്പിറക്കി. ഇനിയാണ് കനേഡിയൻ കമ്പനിയുടെ കളി. അവർ ഈ കരാർ വെച്ച് അമേരിക്കയിൽ നിന്ന് അദാനി ഗ്രൂപ്പിനായി ധനസമാഹരണം തുടങ്ങി. അപ്പോഴാണ് ആ ചോദ്യം ഉയർന്നത്. ഇത്രയും വലിയ കാശിനുള്ള കരാർ വെച്ചാൽ ആര് വൈദ്യുതി വാങ്ങും? അതിനും ഗൗതം അദാനി ഉത്തരം കണ്ടെത്തി. ആ പേരുകൾ കാണാം. ഒഡീഷ, ജമ്മു ആൻഡ് കശ്മീർ, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി വിതരണ കമ്പനികളുമായാണ് കരാർ. ഇത് നടപ്പാക്കാൻ ഈ സംസ്ഥാനങ്ങളിലെല്ലാം അസ്യൂർ ഒഡീഷ പവർ ലിമിറ്റഡ്, അസ്യൂർ തമിഴ്നാട് പവർ ലിമിറ്റഡ് എന്നിങ്ങനെ കമ്പനികളും അസ്യൂർ ഉണ്ടാക്കി. 2021 ഓഗസ്റ്റ് 7, സെപ്റ്റംബർ 12, നവംബർ 20 ദിവസങ്ങളിൽ ഈ കമ്പനി ഉദ്യോഗസ്ഥരുമായി ഗൗതം അദാനി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. 2029 കോടി രൂപയാണ് എല്ലാവർക്കും കൂടി കൈക്കൂലിയായി വാഗ്ദാനം ചെയ്തത്. ഈ തുക സാഗർ അദാനിയുടെ ഫോണിൽ പ്രത്യേക ആപ്പിൽ സേവ് ചെയ്തിരുന്നു. ഓരോ കമ്പനിക്കുമുള്ള വാഗ്ദാനം അതിൽ പറഞ്ഞിരുന്നു. ഈ കൈക്കൂലി കിട്ടിയതിന് ശേഷമാണ് വിവിധ സംസ്ഥാനങ്ങൾ ഈ കരാറിൽ ഒപ്പിടുന്നത് എന്ന് കുറ്റപത്രത്തിലെ 15-ാം പേജിൽ പറയുന്നു. ഓരോ സംസ്ഥാനവുമായി അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ കരാറിന്റെ വിശദാംശങ്ങളും 15-ാം പേജിലുണ്ട്. ഇത് അതീവ ഗുരുതരമാകുന്നത് എങ്ങനെയെന്ന് ഈ കുറ്റപത്രം പറയുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാരുടെ തല കുനിഞ്ഞു പോകും അത് കേട്ടാൽ. അദാനി ഗ്രൂപ്പ് തന്നെ തട്ടിക്കൂട്ടിയതാണ് അമേരിക്കയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയും
കാനഡയിലെ നിക്ഷേപ സ്ഥാപനവും. മൗറീഷ്യസിൽ രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനം വെച്ച് ഇന്ത്യയിൽ വ്യാജ കരാറുകൾ ഉണ്ടാക്കി. അത് കാണിച്ച് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്ന് വലിയ തോതിൽ പണം സ്വീകരിച്ചു. വൈദ്യുതി ഉത്പാദിപ്പിക്കാനോ വിൽക്കാനോ ഉള്ള ഒരു നീക്കവും കമ്പനി നടത്തിയിരുന്നില്ല. കൈ നിറയെ കൈക്കൂലി കിട്ടിയ സംസ്ഥാന ഉദ്യോഗസ്ഥരും പദ്ധതി എവിടെയെന്ന് ചോദിച്ചില്ല. തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ കാശ് വാങ്ങി കൈമടക്കി കാത്തിരുന്നു. ഒന്നും വന്നില്ല. അദാനി ഗ്രീൻ എനർജി കേരളത്തിലും എത്തിയെന്നാണ് പുതിയ വിവരം. 2019 KSEB ആരംഭിച്ചതാണ് പുരപ്പുറ വൈദ്യുതി പദ്ധതി. പദ്ധതി നടപ്പാക്കാൻ 38 കമ്പനികളിൽ ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ജൂണിൽ അദാനി ഗ്രൂപ്പും കൊച്ചിയിലെ അൽമിയ ഗ്രൂപ്പും കരാറിൽ ഒപ്പിട്ടു. 225 മെഗാവാട്ടിന്റെ പുരപ്പുറ വൈദ്യുതി പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനായിരുന്നു കരാർ. ഇതോടെ KSEBയുടെ കരാറിലെ മുഖ്യ പങ്കാളിയായി അദാനി മാറി. അദാനി ഗ്രീൻ എനർജിയുടെ സോളാർ പാനലുകൾ മാത്രമേ ഉപയോഗിക്കാനാകൂ എന്ന നിലയിലേക്ക് സബ്സിഡി ചട്ടങ്ങളും മാറി. കേരളത്തിലെ കഥ ഇവിടെ കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ വിവാദമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി KSEB കഴിഞ്ഞ മാസം കരാർ ഒപ്പിട്ടു. കേരള സർവകലാശാല ക്യാമ്പസിൽ സൗരോർജ പാനൽ സ്ഥാപിക്കാനാണ് പദ്ധതി. സ്വന്തമായി നട്ടും ബോൾട്ടും പോലുമില്ലാത്ത SECI ഈ പദ്ധതി നടപ്പാക്കുന്നതും അദാനി ഗ്രൂപ്പ് വഴിയാണ് എന്നാണ് ആരോപണം. സംഭവം കേരളത്തിന്റെ പുരപ്പുറത്തും എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ അന്വേഷണ പരിധിയിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അദാനി ഗ്രൂപ്പ് ചെയ്തത്? ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ നടപ്പാകാത്ത പദ്ധതി ഉണ്ടാക്കി. ആ യമണ്ടൻ പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാരുകളെ എത്തിക്കാൻ 2029 കോടി രൂപ കൈക്കൂലിയായി നൽകി. എന്നിട്ട് അതിന് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുതി കരാർ എന്ന വിശേഷണം നൽകി. അത് മാധ്യമങ്ങളുടെ മുഖ്യ തലക്കെട്ടായ ശേഷം അമേരിക്കയിലെമ്പാടും നടന്ന് കാശ് പിരിച്ചു. അതിന് ഇന്ത്യയിലെ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വവും കൂട്ടുനിന്നുവെന്നാണ് ആ കുറ്റപത്രം പറഞ്ഞു വെക്കുന്നത്. ലജ്ജിക്കേണ്ടവർക്ക് ലജ്ജിക്കാം. വേറെന്തു പറയാൻ? നമസ്കാരം.